പട്ടികജാതി ക്ഷേമ സമിതി യൂണിറ്റ് സംഘടനാ കൺവെൻഷന്റെയും 2026 മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെയും ചിറ്റൂർ ഏരിയാതല ഉദ്ഘാടനം ആര്യമ്പള്ളം ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് മെമ്പർഷിപ്പ് നൽകിയാണ് പരിപാടിക്ക് തുടക്കമിട്ടത്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ തത്തമ്മ, സനിത, 90 വയസ്സുള്ള പെട്ടയമ്മ എന്നിവർക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് 2026 മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ചിറ്റൂർ ഏരിയാതല ഉദ്ഘാടനം നിർവഹിച്ചത്. സമൂഹത്തിന് മാതൃകയായ വ്യക്തികളെ ആദരിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതിലൂടെ സംഘടനയുടെ സാമൂഹിക പ്രതിബദ്ധതയും പരിപാടിയിൽ പ്രതിഫലിച്ചു. പരിപാടി PKS ജില്ലാ വൈസ് പ്രസിഡന്റ് M മാധവൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പട്ടികജാതി ക്ഷേമ സമിതി ശക്തമായ ഇടപെടലുകൾ നടത്തിവരികയാണെന്നും സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും ഗ്രാമീണ തലത്തിൽ അംഗത്വം വ്യാപിപ്പിക്കുന്നതിനുമായാണ് 2026 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതികൊടുങ്കൂരമായ ജാഥയും പ്രക്ഷോഭങ്ങളും വെടിവെപ്പും നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരാളിൽ അവർ മരണപ്പെടാനോ ജയിലിൽ കിടക്കാനോ തയ്യാറായിട്ടില്ല. ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ലോക ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേരെടുത്ത് പറയാനുള്ള ഹിന്ദു അതിനകത്തുണ്ടാവും. അവർ പറയുന്ന ഭാഷയിലുള്ള ഹിന്ദു ഇല്ല. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങളെയൊക്കെ ഹിന്ദുവൽക്കരിക്കുകയാണ്. രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ജാതിയും മതവും ഗോത്രവും പറഞ്ഞ് സമുദായത്തിന്റെ പേര് പറഞ്ഞു നിങ്ങളെ ഓരോരുത്തരെയും എന്ത് ചെയ്യണം? അവര് ഹിന്ദുവൽക്കരിക്കപ്പെടുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ഒരു കാരണവശാലും നിന്നു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഡോക്ടർ BR അംബേദ്കറും തുടങ്ങി വെച്ച ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഈ കേരളത്തിന്റെ മണ്ണിൽ അവർക്ക് സംവരണ ആനുകൂല്യം വേണമെന്ന് രേഖപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. എന്താണ് സംവരണം? സംവരണമില്ലെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംവരണം ആവശ്യമാണ്. നേരത്തെ 6% സംവരണമാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ 2% സംവരണം കൂട്ടി 8% സംവരണമാക്കി. പട്ടികവർഗക്കാർക്ക് 2. അങ്ങനെ 8 × 2 10% സംവരണമാണ് നമുക്ക്. ഏരിയ പ്രസിഡന്റ് M ശശിധരൻ അധ്യക്ഷത വഹിച്ചു. M മുകേഷ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ M സ്വാമിനാഥൻ, PKS ഏരിയ സെക്രട്ടറി N ഷിബു, മോഹനൻ ചിറ്റൂർ, കണ്ടമുത്തൻ, ഷീജ, K മുരളീധരൻ, മണികണ്ഠൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. പരിപാടിയുടെ സമാപനത്തിൽ ഹരിദാസ് നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.